നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ പോക്കാണെങ്കിൽ അധികകാലം UDF മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല. അവർ മറുകണ്ഠം ചാടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ഇടതുപക്ഷ ചിന്താധാരയാണ് പലപ്പോഴും മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന് ആധാരം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചിന്ത ഇപ്പോൾ ലീഗിലേക്ക് പടർന്നു കയറുന്നത്? ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ തോളിൽ ചാരി. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ കാണുന്നത് ഏറ്റവും വിചിത്രമായ കാഴ്ചകൾ. മുഖ്യമന്ത്രി കസേരയ്ക്കായി തമ്മിലടിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ മലീമസപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ആക്രമിക്കുകയാണ് ചില നേതാക്കൾ. കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ആര് വരും എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമാകുമ്പോഴാണ് മറുവശത്ത് 3 നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി തമ്മിലടിക്കുന്നത്. സൈബർ ടീമുകളെ അണിനിരത്തിയാണ് 3 പേരുടെയും പോരാട്ടം. എല്ലാറ്റിനുമൊടുവിൽ കേരള യാത്ര എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മറുവശത്ത് KC വേണുഗോപാൽ തൻ്റെ വാർ റൂമിന് തുടക്കമിട്ടു. തിരുവനന്തപുരം, ആലപ്പുഴ കേന്ദ്രീകരിച്ച് ശക്തമായ സൈബർ ടീമുകളെ അണിനിരത്തിയാണ് KC വേണുഗോപാലിൻ്റെ വാർ റൂം. എന്തുകൊണ്ട് KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ലഘുലേഖകൾ തയ്യാറാക്കുകയാണ് ഈ വാർ റൂമിൽ. KC വേണുഗോപാലിൻ്റെ വാർ ഗ്രൂപ്പ് കരുതുന്നത് തനിക്ക് എതിരാളിയായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ മറുവശത്ത് VD സതീശൻ പക്ഷം വിചാരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ VDയെ തഴയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ VD സതീശനെ തഴഞ്ഞ് മറ്റൊരാളെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെ കളത്തിലിറക്കി തങ്ങൾ പ്രതിരോധിക്കുമെന്ന നിലപാടാണ് VD പക്ഷത്തിന്. KC വേണുഗോപാലിന് പലപ്പോഴും വിലങ്ങുതടിയാകുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ്. ഇത് KCക്ക് വലിയ നിയമക്കുരുക്കുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. രമേശ് ചെന്നിത്തല ഈ കളിയിൽ വളരെ തന്ത്രപരമായി കരുക്കൾ നീക്കുന്നു. ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് അവസാന വണ്ടിയാണ്. അതിൽ ഒരു ബെർത്ത് സംഘടിപ്പിച്ചേ പറ്റൂ. ഏതെങ്കിലും തലത്തിൽ കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കും. KC വേണുഗോപാൽ AICC സെക്രട്ടറി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനുമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ചിലർ ചരട് വലിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തി രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ അറക്കാനുള്ള ശ്രമം ഡൽഹിയിൽ ഒരു കൂട്ടർ തുടരുന്നു. ഒരു ദിവസം മുൻപ് അജയ് തറയിൽ കളത്തിലിറങ്ങി. എൻ്റെ സ്വപ്നത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പേരിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അജയ് തറയിൽ നൽകി. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരം എന്ത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരും. സൈബർ ടീമുകൾ പരസ്പരം അംഗം വെട്ടുന്നു. ഈ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഫലം നക്കാൻ കാത്തിരിക്കുന്ന ശിഖണ്ഡികളെ നിങ്ങൾക്ക് അല്പം ഉളുപ്പുണ്ടോ എന്നാണ് VD സതീശൻ്റെ സൈബർ വാർ ഗ്രൂപ്പുകാർ ചോദിക്കുന്നത്. സമൂഹ മാധ്യമ പ്രചരണങ്ങളിൽ VD ഏറെ മുന്നിലാണ്. VD സതീശന് വേണ്ടി കളത്തിലിറങ്ങി ഒരു ചാവേർപ്പാട് വെട്ടുന്നു. എൻ്റെ സ്വപ്നത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന നേതാവായിരിക്കണം. സമരമുഖത്ത് നിന്ന് പിന്നോട്ടില്ലാതെ പോലീസ് മർദ്ദനവും അടിച്ചമർത്തലും നേരിട്ടവനായിരിക്കണം. ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നവനും സമരമുഖത്ത് ജലപീരങ്കിയിൽ നിന്നും ഒരിറ്റു വെള്ളമെങ്കിലും വസ്ത്രത്തിൽ വീണവനുമായിരിക്കണം. സോഷ്യൽ മീഡിയയിലെ ശബ്ദമല്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സംസാരിക്കുന്നവനുമായിരിക്കണം. താഴെത്തട്ടിലെ പ്രവർത്തകരെ മാന്യമായി പരിഗണിക്കുന്നവൻ ആയിരിക്കണം. നിലപാടുകളിൽ സ്ഥിരതയുള്ളവൻ ആയിരിക്കണം. ഇത്തരമൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് എൻ്റെ സ്വപ്നം. ഇതെല്ലാം അനുഭവിച്ച വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇത് സ്വപ്നം കാണുന്നത്. ഈ പോസ്റ്റിന് താഴെ രമേശ് ചെന്നിത്തലയാണ് സർവ്വത യോഗ്യൻ എന്ന തലത്തിൽ ചിലർ കമൻറ്റുകൾ കുറിക്കുന്നു. അതിലൊരു കമൻറ്റ് ഇങ്ങനെ: സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ചെന്നിത്തല രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1970 അദ്ദേഹം കേരള സ്റ്റുഡൻസ് യൂണിയൻ, ചെന്നിത്തല HS യൂണിറ്റ് സെക്രട്ടറി. തുടർന്ന് KSUവിൽ 71 മാവേലിക്കര താലൂക്ക് ജനറൽ സെക്രട്ടറി, 72 KSU ആലപ്പുഴ ജില്ലാ ട്രഷറർ, 73 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, 75 KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, 78 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചു. 82 അദ്ദേഹം നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. പിന്നീട് അതേ വർഷം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് MLA. 1985 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. 86 28-ാം വയസ്സിൽ K കരുണാകരൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. 86 അദ്ദേഹം കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കേരളയുടെ പ്രസിഡന്റ്. 87 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 89 കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുത്തു. 90 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായി. 99 മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗം.
2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവ് അഡ്വക്കേറ്റ് CS സുജാത, രമേശ് ചെന്നിത്തല UAE നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം പിന്നീട് 91, 96, 99 വർഷങ്ങളിൽ അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ഭരണകാലത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങൾക്ക് അദ്ദേഹത്തിന് സമ്പന്നമായ അംഗീകാരങ്ങൾ. 2001 7 സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര ചുമതല, 2002 5 സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര ചുമതലയുള്ള ACC സെക്രട്ടറി, 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പരമോന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ കമ്മിറ്റികളിൽ അദ്ദേഹം അംഗമായി. ലേബർ ആൻഡ് വെൽഫെയർ കമ്മിറ്റി, മഹാത്മാഗാന്ധിയുടെ 125ാം ജന്മവാർഷികത്തിന് കേന്ദ്ര കമ്മിറ്റി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മശതാബ്ദി ധനകാര്യ സമിതി, ലോക്സഭ HRD സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കയർ ബോർഡ്, സിവിൽ ഏവിയേഷൻ കമ്മിറ്റി, ശീതളപാനീയങ്ങളിലെയും പഴപാനീയങ്ങളിലെയും കീടനാശിനികൾ സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി, KPCC പ്രസിഡന്റ്, AICC സെക്രട്ടറി, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ്, പ്രദേശ് യൂത്ത് കോൺഗ്രസ് കേരള പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള മറ്റ് പ്രധാന സ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. 2014 അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ എന്തുകൊണ്ടും കേരള ജനതയ്ക്ക് അഭിമാനിക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യൻ. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ മറുവിഭാഗം നടത്തുന്നു, പ്രത്യേകിച്ച് KC വിഭാഗവും VD സതീശൻ ഗ്രൂപ്പുമൊക്കെ. അങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് കടുക്കുമ്പോൾ പുതിയ നീക്കവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഇപ്പോഴിതാ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റുമായാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. പോഡ്കാസ്റ്റിനായി സ്വന്തം YouTube ചാനൽ അദ്ദേഹം തുടങ്ങി. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയല്ല, മറിച്ച് ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പോഡ്കാസ്റ്റ് എന്ന് ചെന്നിത്തല പറയുന്നു. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ തൻ്റെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാഴ്ചപ്പാടുകളാണ് പോഡ്കാസ്റ്റിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിച്ഛായ കൂട്ടാൻ എപ്പോഴും പുതിയ തന്ത്രങ്ങൾ നേതാക്കൾ പയറ്റുന്നു. ഇപ്പോഴിതാ റീലുകളുടെയും ഡോക്യുമെൻ്ററികളുടെയും ഒക്കെ കളിയാണ് സോഷ്യൽ മീഡിയയിൽ. ചിലർ പുസ്തകങ്ങളും ഇറക്കുന്നു. പുതിയ പുസ്തകമിറക്കുന്ന തിരക്കിലാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമസഭയിലെയും ലോക്സഭയിലെയും ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ കോർത്തിണക്കിയുള്ള പുസ്തകമാണ് KC വേണുഗോപാലിൻ്റെതായി പുറത്തിറങ്ങുന്നത്. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ. നേരത്തെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ജനനായകൻ എന്നൊരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. 3 നേതാക്കളുടെയും പോസ്റ്ററുകളും വാഴ്ത്തുപാട്ടുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നു. അടുത്ത കാലത്താണ് വിജയുടെ ജനനായകൻ എന്ന സിനിമ ചോർന്നത്. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുടെ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് അതേ പേരിൽ, ജനനായകൻ. രമേശ് ചെന്നിത്തലയുടെ ജീവിതകഥയാണ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. KSU കാലം തൊട്ടുള്ള ജീവിതം, ഇംഗ്ലീഷ് ഹിന്ദി പ്രസംഗശകലങ്ങളും ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടപ്പാക്കിയ പദ്ധതികളുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തെ ആർസി നയിക്കട്ടെ എന്നാണ് ഇതിലെ മുദ്രാവാക്യം. കൂലിപ്പടയാളികളല്ല, പോരാളികളാണ് നായകനാകുന്നത്. നായകൻ ചെന്നിത്തല എന്ന ടാഗിലാണ് ഇതിൽ ടൈറ്റിൽ കാർഡ് ഉൾപ്പെടെ പ്രയോഗിച്ചിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാലും VD സതീശൻ ഗ്രൂപ്പും തമ്മിലുള്ള പോര് മുറുകിയപ്പോൾ രമേശ് ചെന്നിത്തല കാഴ്ചക്കാരനായി നോക്കി നിന്നു. എന്നാൽ അപ്രതീക്ഷിത നീക്കങ്ങളോടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കളത്തിലിറങ്ങി. മത്സരിച്ചില്ല, പക്ഷേ നമ്പർ 1 കസേര തനിക്ക് വേണമെന്നാണ് KCയുടെ വാശി. KCയെക്കുറിച്ചുള്ള ഒരു വീഡിയോയും ആലപ്പുഴയിൽ തയ്യാറാക്കുന്നു. വാർ റൂമിൽ നിന്നാണ് ഇതിനു വേണ്ട സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തത്. ദേശീയ അവാർഡ് ജേതാവ് വിനോദ് ബങ്കരയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. KCയുടെ ജീവചരിത്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ VD സതീശൻ വെറുതെ ഇരിക്കുന്നുവെന്ന് കരുതേണ്ട. VD ഗ്രൂപ്പും അത്യുജ്വലമായ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിൽ. 3 നേതാക്കളും പരസ്പരം അക്കം വെട്ടുമ്പോൾ പാവം കോൺഗ്രസ് പ്രവർത്തകർ കണ്ണുമിഴിച്ചു നിൽക്കുന്നു. ഇനി കോൺഗ്രസിൻ്റെ ഈ പടവെട്ട് കണ്ട് പകച്ച് മുസ്ലിം ലീഗ് അവിടെ നിന്ന് ചാടി നേരെ ഇടതുപക്ഷത്തിന് കൈകൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.